വസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനൊന്നും കിളിപ്പോയി നോവറിയും അതിൽ നീരും നീലാവിതളായി മകളെ. ഓർമ്മകളുഞ്ഞാൽ പടിമേൽ ഇന്നലെ ആടി എന്നും എൻ കനവിൽ ഞാൻ നിന്നെയുറക്കാൻ പോയി കണ്ണീർ ചൂടി ഏകാന്തതയിലൊരോർമ്മയുണർന്നതുപോലെ എൻ നീലാകാശം മറയാമഴവില്ലായി ഞാനലിയും കുളിരാ അതിലാതിരൊളിയായി മകളെ. പൂന്തോട്ടത്തിന്ന് അച്ഛച്ചന്റെ ഫോൺ വന്നപ്പോ മുതൽ തുടങ്ങിയതാ അവന്റെ പരവേശം. പറഞ്ഞാലല്ലേ കാര്യം എന്താണെന്ന് അറിയാൻ പറ്റൂ. എന്തറിയാൻ, അതിമോഹം വരുത്തി വെച്ച വിന. ഒരു മോഹവും ഇല്ലാതിരുന്ന അവന്റെ മനസ്സില് നിങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനൊരു മോഹം വളർത്തിയത്. അത് അവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ? നന്മ ആഗ്രഹിക്കാം, പക്ഷേ അത്യാർത്ഥിയാവരുത്. അതിനിപ്പോ ഇവിടെയൊന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. മനപ്പുറത്തില്ലാത്തവരെ കൂട്ടിയോജിപ്പിക്കരുത്. നിങ്ങൾ ഇതിനു വേണ്ടി ഇനി ശ്രമിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അവൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. ഇനി അത് നടത്താനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? ദേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇതെന്ത് കിടപ്പാടാ? അവളെന്തോ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ തളർന്നാലോ? ഓ, ആകെ കോലം കെട്ടു. ഇത്രക്കിപ്പോ എന്താ പറ്റിയത്? അതെ, നീ അവളെ പിന്നീടൊന്ന് വിളിക്കെങ്കിലും ചെയ്തോ? അതാ കുഴപ്പം. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ നീ അവളെ ഒന്ന് വിളിക്കോ കാണോ എന്തെങ്കിലും ചെയ്യ്. ഒരു പെണ്ണിന്റെ മനസ്സ് കയറി കൂടാനുള്ള വഴി ചേച്ചി നിനക്ക് പറഞ്ഞു തരണോ? നീ ഒന്ന് എഴുന്നേറ്റിരുന്നേ. എഴുന്നേക്കടാ, എണീറ്റേ. നീ വല്ലാതെ ആഗ്രഹിച്ചു പോയെന്ന് ചേച്ചിക്കറിയാം. അതൊന്ന് അവളെ ബോധ്യപ്പെടുത്തണം. നിന്റെ മനസ്സ് നിറയെ അവളോടുള്ള സ്നേഹമാണെന്ന് അറിഞ്ഞാ പിന്നെ അവക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാനാവില്ല. അതെ, അതാണ് പെണ്ണിന്റെ മനസ്സ്. അതുകൊണ്ടാ ചേച്ചി പറയുന്നേ അവളെ കാണണം, സംസാരിക്കണമെന്നൊക്കെ. മനസ്സിലായോ? നിന്റെ ആഗ്രഹം നടക്കും, ചേച്ചിക്ക് ഉറപ്പാ. നല്ല കാര്യങ്ങൾ നീട്ടിവെക്കരുതെന്നാ. നാളെ തന്നെ പോയി അവളെ കാണണം. കാണോ?
ബാക്കി കൂടി അങ്ങ് വായിച്ച് തീർത്തേക്കാം. ഹോ, എന്റെ പൊന്നു മോളെ, നീ ഇതൊക്കെ വായിച്ചിട്ട് സ്ത്രീകൾക്ക് അവിടെയുള്ളൂ സ്വാതന്ത്ര്യം, ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാ ഞാൻ സമ്മതിച്ചു തരില്ല. ഇവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറയുന്നവർ അത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി വളച്ചൊടിച്ചതാ. നമ്മളതൊട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതുമില്ല. ഓ, അത് ഉപയോഗപ്പെടുത്തി ഇറങ്ങി തിരിച്ചാ ചീത്തപ്പേര് കിട്ടുന്നത് മിച്ചം. ഇങ്ങനെ പറഞ്ഞൊഴിയുന്നതാ കുഴപ്പം. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം. അല്ലാതെ സീരിയൽ നായികമാരെ പോലെ സദാ കണ്ണീര് ഒലിപ്പിച്ച് സ്വയം ശപിച്ചും വിധിയെ പഴിച്ചും കഴിയുകയല്ല വേണ്ടത്. നീ പ്രതികരിച്ചത് അന്ന് ഞങ്ങൾ കണ്ടതാണല്ലോ. അതിലെന്താടി തെറ്റ്? എന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യ ഞാൻ അഭിപ്രായം പറയും. നിന്റെ ആ പറച്ചിലുകൊണ്ട് അന്ന് എത്ര പേരുടെ മനസ്സ് നൊന്തെന്ന് നിനക്കറിയോ? അറിയാടി, പക്ഷെ അത് താൽക്കാലിക. ഇല്ലെങ്കിലേ ഒരു ജീവിതകാലം മുഴുവൻ ഞാൻ വേദനിച്ച് കഴിയേണ്ടി വന്നേനെ. നിനക്കൊരു വിസിറ്റർ ഉണ്ട്. എനിക്കോ? ആരാ ഇപ്പോ ഇല്ലെങ്കിലേ ഒരു ജീവിതകാലം മുഴുവൻ ഞാൻ വേദനിച്ച് കഴിയേണ്ടി വന്നേനെ. നിനക്കൊരു വിസിറ്റർ ഉണ്ട്. എനിക്കോ? ആരാ ഇപ്പോ എന്താ ചേട്ടാ? നിന്നെ ഒന്ന് കാണാൻ. അന്ന് പോന്നതല്ലേ. മുമ്പ് ഫോണിലൂടെയെങ്കിലും നീ 2 വർത്താനം പറയുമായിരുന്നു. നീ എന്താ വല്ലാതെ? നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനിപ്പോ വന്നതേ നിന്നോടൊരു കാര്യം സംസാരിക്കാനാ. കുറച്ച് പേഴ്സണലാ. നമുക്ക് ഒന്ന് പുറത്തേക്ക് നിന്നാലോ? കഴിഞ്ഞതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൽ ശരിയും തെറ്റും വേർതിരിക്കാനല്ല ഞാൻ വന്നത്. അല്ല, ഞാൻ കരുതി. ഞാനന്ന് എല്ലാവരോടും പറഞ്ഞത് നിന്നോട് നേരത്തെ ആലോചിക്കാത്തോണ്ടാ അന്നങ്ങനൊക്കെ സംഭവിച്ചതെന്നാ. അല്ലെങ്കിൽ എല്ലാരും നിന്നെയല്ലേ തെറ്റിദ്ധരിക്കുക. പക്ഷേ എന്റെ മനസ്സിന് ആ ഉത്തരം കൊണ്ട് തൃപ്തി വരുന്നില്ല. ഞാൻ എന്തു പറഞ്ഞാണ് എന്നെ തൃപ്തിപ്പെടുത്തേണ്ടതെന്ന് നീ പറഞ്ഞു തരണം. വിവാഹം എന്നൊക്കെ പറയുന്നത് ഏത് പെണ്ണിന്റെയും ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ അജയേട്ടാ? അത് അറിയിക്കുന്നത് അന്ന് ചെയ്ത പോലൊക്കെയാണോ? അല്ല, അതില് ഞാൻ അപർണയുടെ ഭാഗത്താ. അജയേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനും മകളോട് വിവാഹകാര്യം പറയാൻ ഒരാൾക്കൂട്ടത്തിന്റെ ആവശ്യമുണ്ടോ? അല്ല, ഈ ചടങ്ങിന് പിന്നിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് അജയേട്ടനെങ്കിലും എന്നോടൊന്ന് വിളിച്ച് പറയാറുന്നില്ലേ? അച്ഛനും ഉണ്ണിമാമയെ അറിയിച്ചിരിക്കുന്ന ഞാൻ കരുതിയത്. ഒരു പക്ഷേ ഞാൻ അപർണയെ അറിയിച്ചിരുന്നെങ്കിലോ? എങ്കിൽ ഞാൻ അപ്പൊ തന്നെ അജയേട്ടനോട് പറഞ്ഞേനെ എന്റെ പഠിത്തം കഴിഞ്ഞ് മതി കല്യാണമെന്ന്. കല്യാണം കഴിഞ്ഞും പഠിക്കാലോ. കല്യാണം കഴിഞ്ഞ പിന്നെ ആ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കല്ലേ വേണ്ടത്. ഉള്ളിലുള്ളത് മറച്ച് സംസാരിക്കാൻ നീ പഠിച്ചിരിക്കണു. അതുകൊണ്ട് നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പോവാ. ശരിയാ ചേട്ടാ.
എന്താ കുറുപ്പച്ച പതിവില്ലാതെ? എടോ കല്ലേലി, കൈകേകിയുടെ പ്രേരണയ്ക്ക് വഴങ്ങി ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ച് അന്ന് രാത്രി ദശരഥൻ അനുഭവിച്ച വ്യഥയെക്കുറിച്ച് ഓർക്കുകയായിരുന്നടോ ഞാൻ. അങ്ങനല്ലേ കുറുപ്പച്ച ദശരഥൻ ചങ്കുപൊട്ടി ചത്തത്? കല്ലേലി 2-3 ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നതാ. കുറുപ്പച്ചന് വല്ലാത്ത വിഷമമുണ്ട്. തനിക്ക് വെറുതെ തോന്നുന്നതാടോ. അങ്ങനെയൊന്നുമല്ല, കുറുപ്പച്ചൻ എന്തോ പറ്റിയിട്ടുണ്ട്. കല്ലേലി ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതൊന്നും അല്ലല്ലോ. കല്ലേലിയോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ പറയണ്ടായേ. അങ്ങനൊന്നുമില്ലടോ. നെഞ്ചു പിടയുക മഹേശ്വരി. നമ്മുടെ അപ്പൂട്ടിക്ക് 26 വയസ്സ് വരെ ആയുസുള്ളൂ. ഇളയിടം പറഞ്ഞ അച്ചട്ട. നീ പോയപ്പോൾ സതിമോളെ എന്നെ ഏൽപ്പിച്ചു. അപ്പൂട്ടി എന്നെ ഏൽപ്പിച്ചിട്ട് ഇവളും നിന്റെ അടുത്തേക്ക് പോന്നു. പിന്നെ അപ്പൂട്ടിക്ക് വേണ്ടിയായിരുന്നു എന്റെ ജീവിതം. അവളും നിങ്ങളുടെ അരികിലേക്ക് വന്നാ പിന്നെ ആർക്കു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്? ആർക്കും പ്രയോജനമില്ലാത്ത ഈ ജന്മം അങ്ങെടുത്തിട്ട് അപ്പൂട്ടിയെങ്ങി വിട്ടേക്കാൻ ഞാൻ ഏത് ദൈവത്തിനോടാണ് ഇരക്കേണ്ടത്? മുകുന്ദനുണ്ണി ഒന്നും അറിഞ്ഞിട്ടില്ല. മകൾക്ക് വിവാഹാലോചനകൾ നടത്തുന്ന അയാളോട് അപ്പൂട്ടിക്ക് അല്പായുസാണെന്ന് ഞാൻ എങ്ങനെ പറയുക? എന്താ ഇത് കുറുപ്പച്ച, ഇങ്ങനെ തളർന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അച്ഛാ, ഇനിയുള്ള കാലം എന്റെ കുട്ടിയുടെ ആഗ്രഹങ്ങൾ എന്താന്ന് വെച്ചാ അതിനൊന്നും തടസ്സം ഉണ്ടാവാതെ നോക്കണം. ഒരിക്കലും തളർന്നു പോവരുത്. ഇങ്ങനെ നെഞ്ചിലിട്ട് ഉരുക്കാതെ കുറുപ്പച്ചൻ എന്നോടെങ്കിലും പറയാമായിരുന്നു. താനെല്ലാം കേട്ടു അല്ലേ? കേട്ടു. കല്ലേലി, ഉള്ളിലിത് ഭദ്രമായിരിക്കണം. പാടൂ. ദേവി, ആരുടെ സഹായം ഇല്ലാതെ അമ്മ എഴുന്നേറ്റ് നടക്കുന്ന കണ്ടാ മതിയായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി എന്റെ കുട്ടി ഏറെ കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്റെ അമ്മ നോക്കുന്ന എനിക്ക് കഷ്ടപ്പാടാ. മരുന്ന് കഴിക്കണം, കഞ്ഞി കുടിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നോണ്ടായിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ. അമ്മ വെറുതെ പറഞ്ഞല്ലേ കുട്ടിയെ. നിന്നെ പറ്റി മനസ്സിലെങ്കിലും അങ്ങനെ വിചാരിച്ച മഹാഭാവിയായി പോയില്ലേ ഈ ഞാൻ. ഏതായാലും ആ മഹാഭാവൊന്നും ഇപ്പൊ വരുത്തി വെക്കണ്ട കേട്ടോ.
ഷോ അപ്പടി തണുത്തു. ഞാൻ വേറെ എടുത്തിട്ട് വരാം. ഇന്നിനി വേണ്ട മോളെ, നീ ഇവിടെ ഇരിക്കുക. ഒരു നിമിഷം അടങ്ങിയിരിക്കണ ശീലമില്ലല്ലോ. ഈ അച്ഛൻ ഇതെന്തു പറ്റി? ഇത്രയും വൈകി പൂജാമുറിയിൽ ഇരിക്കുന്ന പതിവില്ലല്ലോ. ശരിയാ, മോള് പോയെന്ന് നോക്കിയേ. ഓം ദേവി നമഃ. 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 അച്ഛന്റെ കുട്ടി പേടിച്ചോ? പേടിച്ചോ? അച്ഛനല്ലേ, പേടിക്കണ്ടോ. എല്ലാം എനിക്കറിയാമേ. ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കണ്ട. ശരി എന്നാ, ഞാൻ പിന്നീട് വിളിച്ചോളാം. ആ സാറോ? അപർണ, ഞാൻ വിളിക്കാം സാർ. സാർ ഇരുന്നാട്ടെ. ഓക്കെ, താങ്ക് യു. അപർണേ, അച്ഛൻ വന്നിട്ടുണ്ട്. എന്താ അച്ഛാ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എനിക്ക് എന്റെ അപ്പൂട്ടി ഒന്ന് കാണണമെന്ന് തോന്നി. എനിക്ക് മനസ്സിലായി, ജോലിക്ക് പോവാൻ മടി തുടങ്ങിയല്ലേ. ദേ, അപ്പൂട്ടി ഒരു വക്കീലിന്റെ കുപ്പായ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. ഉത്തരവാദിത്തത്തോടെ അതങ്ങ് ചെയ്തേക്കണം. ആ ഉത്തരവാദിത്ത ബോധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛനൊന്ന് അന്വേഷിച്ചു നോക്ക്, ഞാൻ ഇവിടെ ഉഴപ്പി നടക്കുകയാണെന്ന്. അതല്ല മോളെ, അച്ഛനെന്നുള്ള നിലയിൽ എനിക്ക് വേറെയും ചില ഉത്തരവാദിത്തങ്ങളില്ലേ. അതിനാണ് ഇപ്പൊ ഓടിപ്പാഞ്ഞു വന്നത്. എന്നേക്കാൾ ധൃതി നിന്റെ കുറുപ്പച്ചനാ. അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റു പറയാനില്ലല്ലോ. കുറച്ചു പ്രായമൊക്കെ ആകുമ്പോ മക്കളുടെ കാര്യത്തിൽ വല്ലാത്ത ആകാംക്ഷ തോന്നും. ഞങ്ങളൊക്കെ എപ്പോഴാ കടന്നു പോകുന്നതെന്നറിയില്ലല്ലോ. അതിനു മുമ്പ് മക്കളെ ഒരു കരയ്ക്ക് എത്തിക്കണം, അവരുടെ കുഞ്ഞുങ്ങളെ ലാളിക്കണം. ഇതൊക്കെ എല്ലാവരുടെയും പ്രതീക്ഷകളാണ്. അച്ഛൻ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നേ? ഞങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ നീ അല്ലാതെ വേറെ ആരാ ഉള്ളത്? ദേ, നീ പോരുമ്പോ അച്ഛനൊരു വാക്ക് തന്നിരുന്നു. നിനക്കുകൂടി ഇഷ്ടപ്പെടുന്ന ഒരാളിനെ കണ്ടുപിടിച്ചാൽ സമ്മതിക്കാവുന്ന. അച്ഛന്റെയും മുത്തച്ഛന്റെയൊക്കെ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അപ്പൊ എനിക്ക് അച്ഛനെ വിട്ടുപിരിയേണ്ടി വരില്ലേ? ഞാൻ ഇത്തിരി നാളുകൂടി അച്ഛന്റെ അപ്പൂട്ടിയായിട്ട് കഴിഞ്ഞോട്ടെ. ഇത് ഇങ്ങനെ കഴിയാവല്ലോ. അതിന് പറ്റിയ ഒരാളെയല്ലേ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടുപിടിക്കൂ. മോള് അച്ഛനെ അനുസരിക്കില്ലേ? അനുസരിക്കണം.